കൂട്ട് കുടുംബം എന്നുള്ള പദത്തിന്റെ അർത്ഥം പോലും ഇപ്പൊ ആർക്കും അറിയില്ല. ഈ സംസാരിക്കണ ഞാൻ വരെയും കൂട്ടുകുടുംബത്തിൽ നല്ല വളർന്നത്. പക്ഷെ ധാരാളം അംഗസംഖ്യ വീട്ടിലുണ്ടായിരുന്നു. താഴെ അനിയന്മാര്, അച്ഛൻ, അമ്മ, ഒറ്റക്കല്ല. ഇപ്പൊ അതും പോയിട്ട് അച്ഛനും അമ്മയും അവരുടെ കമ്പ്യൂട്ടറിന്റെ ലോകത്ത്, ഒറ്റപുത്രന്മാരുടെ തലമുറ വന്നു. അതിന്റെ റിയാക്ഷൻ സമൂഹത്തിൽ കാണാം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിലെ തിരിച്ചടികൾ സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. രോഗങ്ങളുടെ കാര്യങ്ങളിൽ ഡോക്ടർമാർക്ക് അറിയാം, സമൂഹം ഇങ്ങനെയായതുകൊണ്ട് ഇങ്ങനെ. കേസിന്റെ കാര്യം വക്കീൽമാർക്കറിയാം. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ കേസൊക്കെ സാധാരണ കേൾക്കുമ്പോൾ അവർക്കൊരു പുതുമയും ഉണ്ടാവുകയില്ല. ഇന്ന് പലപ്പോഴും കൗൺസിലിംഗ് മാത്രമല്ല, പല രീതിയിൽ സംസാരിക്കുമ്പോൾ, ആശയവിനിമയം നടത്തുമ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും പെരുമാറുന്നവരുടെ ഇടയിൽ മുഴുവൻ ചിന്തിക്കുക, മാനസികമായിട്ട് നോർമലായിട്ടുള്ള എത്ര പേരുണ്ട്? മെന്റലായിട്ട് നോർമലാവും. എടുത്തിയാട്ടക്കാര്, ചൂടന്മാര്, ഏതെങ്കിലും രീതിയിൽ മാനസിക രോഗികൾ നമ്മൾ കാണുന്നല്ലേ. ഒരു പ്രോബ്ലം ഉണ്ടായി, ഇടപെടാൻ പറ്റിയ അയൽക്കാരുണ്ടോ? ആ അയൽക്കാർ നമ്മൾ ചൂടായിട്ട് നിൽക്കുമ്പോൾ നമ്മളെയൊക്കെ ചൂടനായിരിക്കും അയൽവാസി. കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളുടെ ഇടയിൽ ഒന്ന് ചിന്തിക്കുക, ഉള്ള പ്രശ്നത്തിനെ കൂട്ടുക എന്നല്ലാതെ ആ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുകയും കാണുകയും ചെയ്യുന്നവരുണ്ടോ? ഇനി വലിയ ഉദ്യോഗസ്ഥന്മാരോ പണ്ഡിതന്മാരോ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ പാണ്ഡിത്യ പ്രകടനത്തിനുള്ള സമയമാക്കി മാറ്റുമത്. അവരുടെ പ്രമാണിത്വവും പാണ്ഡിത്യ പ്രകടനം അതുകൊണ്ടും കാര്യമില്ല. ഒരു നല്ല അയൽവാസിയെ കിട്ടാനുണ്ടോ? ഇത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യം ആണ്. എന്നാൽ ഇങ്ങനെ അല്ലാത്തൊരു കാലം നമ്മുടെ സങ്കല്പത്തിലെങ്കിലും ഉണ്ട്. ജീവിതത്തിൽ ഒരു ദീർഘയാത്ര പോവുകയാണ് നമ്മൾ വിചാരിക്കുക, കോഴിക്കോട് നിന്ന് ഡൽഹിക്കാണ് പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റാണ്. ആ ഡൽഹിയിൽ എത്തുന്നവരെ ആ കമ്പാർട്ട്മെന്റിൽ നമ്മൾ ഇരിക്കേണ്ട എതിർവശത്തെ സീറ്റിലത്തെ ആള് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ. ആ ആളോട് സംസാരിച്ചാൽ എത്ര എത്ര നല്ല കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷെ എതിർവശത്ത് മാനസിക രോഗിയാണെങ്കിലോ? ഡൽഹിയിൽ എത്തുന്നവരെ ആ വ്യക്തി നമുക്കൊരു ശല്യമല്ലേ. നിങ്ങൾ എത്ര രൂപ മുടക്കിയിട്ടൊരു വീട് വെക്കൂ, നല്ല അയൽവാസിയെ കിട്ടുമോ? അതിന് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വീടിൽ വളരെ ഉയർന്ന മതില് 4 വശവും ചുറ്റിയിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ അടയിരിക്കുക എന്നല്ലാതെ ഒരു അയൽവാസിയെ കിട്ടുമോ? ആ വീട്ടമ്മ വളരെ ഇഷ്ടപ്പെട്ട ഒരു സാരി വാങ്ങി, അതൊന്ന് കാണിക്കാൻ പറ്റിയ, ജാനകിയെടുത്തി ഇന്ന് വാങ്ങിയ സാരി എങ്ങനെയുണ്ട്, നിനക്ക് ചേർന്ന സാരിയാ, നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ ഒരു വരി പറഞ്ഞു കിട്ടിയാൽ മതി. അതും ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ. അതിന് പ്രസക്തിയില്ലേ. വീട് പണിയാം, അയൽവാസിയെ കിട്ടുമോ? തീവണ്ടിയിൽ യാത്ര ചെയ്യാം, നല്ല സഹയാത്രികനെ കിട്ടുമോ?
ഞാൻ പലപ്പോഴും ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല സഹയാത്രികരൊന്നും കിട്ടാറില്ല എന്നുള്ളത് വേറെ കാര്യം. ആഫീസിൽ ജോലി കിട്ടി. ഏറ്റവും സ്വാധീനിക്കുന്ന ആരാ? അടുത്ത സീറ്റിലിരിക്കുന്ന ആള്. ആ വ്യക്തി നന്നെങ്കിൽ നമുക്ക് ശാന്തിയും സമാധാനം കിട്ടുമായിരുന്നു. നമ്മുടെ ശാന്തിയും സമാധാനവും കളയില്ലേ. മക്കൾക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടുമോ? എന്നാൽ ആ പണ്ടത്തെ കാലത്ത് എല്ലാം കേമാന്ന് പറയല്ല, 5 ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഗുരു ഒരു കുട്ടിയുടെ അച്ഛൻ തന്നെയാണ്. ആ കുട്ടിയുടെ അച്ഛൻ ഗുരുവാണ്. ആ ഗുരുവാണ് ഇപ്പോ രാമനർക്ക് വൈകുന്നേരം വരെ ഫുൾ ബോട്ടിൽ അടിച്ചു തീർക്കുന്നത്. രാവിലെ എണീറ്റാൽ ബോട്ടിൽ വന്നു പറഞ്ഞു തന്നെ പറയുക. 30 കൊല്ലമായിട്ടുള്ള ഒരു സിവിൽ കേസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഗുരു എന്ന് പറഞ്ഞാൽ വലിയ തത്വചിന്ത പറയാന്നല്ല, ആ ജീവിതം കണ്ട് ബാക്കിയുള്ളവർ പഠിക്കണം. ഇതാണ് ഗുരു. അച്ഛന്റെ ജീവിതം കണ്ടിട്ട് അച്ഛനൊന്നും പറയണ്ട, ഇങ്ങനെ ആവണത്. അച്ഛൻ ഉണ്ടായോണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ എങ്ങനെയായാലോ? വൈകുന്നേരം വരെ വെറുപ്പിക്കുന്ന ആളാണെങ്കിലോ? ഈ ഗുരുനാഥനാണ് എന്ന് തോന്നുന്ന അച്ഛൻ ഗുരുവാണ്. അങ്ങനത്തെ ഗുരുവിനെ കിട്ടിയാൽ ഭാഗ്യം. അച്ഛൻ അങ്ങനെ അല്ലെങ്കിലോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ കുട്ടിയോട് മറുപടി പറയും, അപ്പോഴും ഗുരുവാണ്, എങ്ങനെ ആകരുത് എന്ന് കാണിച്ചു. എല്ലാവരും ഗുരു, ഇങ്ങനെ ആവരുത് കിട്ടോ എന്ന് കാണിച്ചു. ആദ്യത്തെ ഗുരു അച്ഛൻ. രണ്ടാമത്തെ ഗുരു സംശയം വേണ്ട, അമ്മ തന്നെ. അമ്മ അയൽവാസികളോട് എങ്ങനെ പെരുമാറണോ, അയൽവാസികളെ കുറിച്ച് എങ്ങനെ സംസാരിക്കണോ, ഇതാണ് മക്കളിൽ സ്വാധീനം ഉണ്ടാക്കുക. അമ്മ ഗുരു. പല വ്യക്തികളും ജീവിതത്തിൽ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അമ്മമാര് പറയാറുണ്ട്, എന്തോ ഭാഗ്യത്തിന് എനിക്ക് നല്ല അമ്മയെ കിട്ടി. അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് എൻ്റെ ആദ്യകാല കഥകളും നോവലുകളും മുഴുവൻ അമ്മ പറഞ്ഞു തന്ന കാര്യമാണ്. എഴുത്തുകാരനെന്ന നിലയ്ക്ക് ആദ്യത്തെ ഗുരു ആരാന്ന് ചോദിച്ചാൽ അമ്മയാണ് എന്നാണ് ഞാൻ വിനയപൂർവ്വം പറഞ്ഞത്. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഒരു മൂത്ത അമ്മാവൻ ഉണ്ടാകണം ജീവിതത്തില്. പണ്ടൊക്കെ ഒന്ന് കൂടുതൽ അമ്മാവന്മാരുണ്ടാവും. അമ്മാമൻ ഗുരുവാണ്. അമ്മയുടെ സഹോദരൻ, അനിയനാവാം, ഏട്ടനാവാം. ഇന്നും ഇത് ശ്രവിക്കുമ്പോൾ ഭാഗ്യം ചെയ്തവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഉണ്ടാവും. ഒരമ്മാവൻ, ആ അമ്മാവൻ വീട്ടിൽ കയറി വന്നാൽ ഓരോ വരിയും സാന്ത്വനമായിരിക്കും. എളുപ്പല്ല. ഓരോ വരി കേൾക്കുമ്പോഴും സാന്ത്വനമാവണം. എന്താടാ വയ്യാളക്കണ്, അന്നെ കണ്ടിട്ട് അധികകാലം മുന്നോട്ട് പോണ ലക്ഷണമില്ലല്ലോ, ഇത് സാന്ത്വന അല്ലല്ലോ. ഒരു അമ്മാമന്റെ വേക്കൻസി ജീവിതത്തിൽ ഉണ്ട്. ഇപ്പൊ എവിടെ അമ്മാവൻ? ആരുമായിട്ട് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കമ്പ്യൂട്ടർ മാത്രമാണ് സഹായി. എല്ലാം കമ്പ്യൂട്ടറാണ്. ഇനി ഇത് കൂടാതെ ഒരു കുടുംബത്തിൽ ഒരു ഗുരുവാണ്. അച്ഛൻ, അമ്മ, അമ്മാമൻ. ഗുരുവിന്റെ കൂടെ മൂത്ത ജ്യേഷ്ഠൻ. ഇപ്പൊ ആകെ ഒരു ജ്യേഷ്ഠനൊക്കെ ഉണ്ടാവുള്ളൂ. ആ മൂത്ത ജ്യേഷ്ഠന് ഒരു പ്രാധാന്യമുണ്ട്. മൂത്ത ജ്യേഷ്ഠന്മാരുണ്ടെങ്കിൽ അവര് ഭാഗ്യവാന്മാർ. എനിക്ക് മൂത്ത ജ്യേഷ്ഠന്മാരില്ല, ഞാനേ മൂത്തതാണ്. അപ്പൊ പിന്നെ മൂത്ത ജ്യേഷ്ഠന്മാരില്ല, അത് എൻ്റെ ജീവിതത്തിൽ കുറവാണ്, എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല.
ആ മൂത്ത ജ്യേഷ്ഠൻ അത് പക്വതയുള്ള ഒരാളെ കിട്ടിയാൽ ഏട്ടൻ വന്ന് അവിടെ ഒന്നും കൂടി കൊളാക്കും എന്നുള്ള ഏട്ടന്മാരെ ആയിട്ട് കാര്യമില്ല. അങ്ങനെ ആവരുത്. അതുകൂടാതെ ഒരാചാര്യൻ, ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ കുടുംബത്തിലെ ഏറ്റവും പ്രായ കൂടുതലുള്ള വേണ്ടപ്പെട്ട ആള് ഒരു കല്യാണം നടന്നാൽ ആ വീണ്ടുന്ന രീതിയിലെ കല്യാണം നടത്തി തരിക. മരണം നടന്നാൽ മരണാനന്തര ക്രിയകൾ ഭംഗിയായിട്ട് നടത്താൻ തരുന്ന ഒരാള് നമുക്ക് വേണം. അവർക്കൊരു ബലിതബോധം വേണം. ആ കാരണം അവർക്കും ഗുരുവിന്റെ സ്ഥാനമാണ്. അച്ഛൻ, അമ്മ, മൂത്ത അമ്മാമൻ, മൂത്ത ജ്യേഷ്ഠൻ, അതുപോലെ തന്നെ അങ്ങനെ ഒരു അംഗം കൂടി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ, എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ വീട്ടിൽ മരണം തുടങ്ങിയ ചടങ്ങൊക്കെ വരുമ്പോൾ വന്നിരുന്ന ഒരു നാരായണേട്ടൻ ഉണ്ടായിരുന്നു. ബലിയത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. ശവസംസ്കാര ചടങ്ങിലൊക്കെ ധാരാളം ബലിതം പറയും. അപ്പൊ ഈ ശവസംസ്കാരത്തിന്റെ ഇതൊക്കെ നമ്മൾ മറക്കും. ഇന്നിപ്പോ അമ്മാവൻ പോയി, അത് കഴിഞ്ഞാൽ ഞാൻ അടുത്തിരിക്കുന്ന ഇന്ന ആളാണ്. ഓ അങ്ങനെയാണോ? അത് കഴിഞ്ഞാൽ കുട്ടപ്പമാമ പോവും. അത് ശരി, അങ്ങനെയാണ് ആരുണ്ടാവും. കുട്ടപ്പമാമയ്ക്ക് ശേഷം ആരാണ്? അതിനുശേഷം ഞാനാണോ? ഞാൻ വിചാരിച്ച പോലുള്ള സീനിയറാ. അത് ശരി, നാരായണേട്ടൻ്റെ കഴിഞ്ഞാൽ പിന്നെ ആരാ? പിന്നെ ഈ അല്ലാതെ ആര്? പിന്നെ ഈ ഞാനൊന്ന് ഞെട്ടിയത് ഓർക്കുക. അത് കഴിഞ്ഞ ഈ അങ്ങനെ നല്ല കാരണവന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കാലം മാറി. ഇതൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവര് ഭാഗ്യവന്മാര്. ആരെങ്കിലും ഈ കൂട്ടത്തിൽ അങ്ങനെ മാതൃകാപരമായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അവരെ നമ്മൾ ആദരിക്കുക. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു.